ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ നൽകാനായിട്ട് കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ടീമിന്റെ ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ലാസ്റ്റ് ഒരു 3 ദിവസത്തെ ട്രേഡിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്ററിന് മുൻപായിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് വിപണിയിൽ കാണാൻ സാധിച്ചത്. അവസാന ദിവസം വ്യാഴാഴ്ച 400 പോയിന്റിലധികം ഒരു മൂവ്മെന്റ് നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ 1100-ലധികം പോയിന്റ് റാലിയാണ് ബാങ്ക് നിഫ്റ്റി നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോഴും 24,000 എന്നുള്ള ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഒരു നേട്ടത്തിൽ തന്നെയാണ് വിപണി ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. സാർ, ഏതായാലും ഇതിനപ്പുറത്തേക്ക് ആഗോളതലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ സംഘർഷഭരിതമാകുന്നു. അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും ചൈനയുടെ ബോണ്ട് വിൽപ്പന അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയതിന് തിരിച്ചടി നൽകാനായിട്ട് അമേരിക്കൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചൈനീസ് കമ്പനികളുടെ ഓഹരികൾ ട്രംപ് ഡീലിസ്റ്റ് ചെയ്തതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മദർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാൾസ്ട്രീറ്റിൽ ഉണ്ടാകുന്ന ഏതൊരു ഇമ്പാക്റ്റും തിരിച്ച് നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഇത്രയും ദിവസം ഈ ഒരു ലാസ്റ്റ് 3 ട്രേഡിംഗ് ദിനത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ ഇനി മുന്നോട്ടും തുടരുമോ എന്നുള്ള ഒരു ആശങ്ക അവിടെ നിലനിൽക്കുകയാണ്. കാരണം ആഗോളതലത്തിൽ കാര്യങ്ങൾ നെഗറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ആഭ്യന്തര വിപണിയിലും അത് പ്രതിഫലിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂരജ് സാർ, അമേരിക്കൻ യു എസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഇന്ന് ഇന്ത്യയിൽ എത്തുകയാണ്. പ്രധാനമായിട്ടും ട്രേഡ്, താരിഫ് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം നിലവിലെ സിനാരിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വിസിറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു വിസിറ്റും അതോടൊപ്പം ഉണ്ടാകുന്ന ചർച്ചകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിൽ പ്രയോജനപ്പെടും എന്നാണ് സാർ വിചാരിക്കുന്നത്? ജാസ്മിൻ, വലിയൊരു ഒരു ഹോളിഡേയ്സ് ഉള്ള ഒരു വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ വർക്കിംഗ് ഡേ എന്നുള്ള ഒരു വീക്കിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ട്രംപിൻ്റെ ടാരിഫ്, ഇപ്പോൾ ഈ പറയുന്ന ഈ ചൈനീസ് കമ്പനിയെ ചിലപ്പോൾ ഡീലിസ്റ്റ് ചെയ്യുന്ന മെഷർ വരെ പോവാമെന്ന് പറഞ്ഞല്ലോ. നമ്മളിതൊക്കെ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഇതേ ഫ്ലോറിൽ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ അന്ന് തന്നെ ഇതിൻ്റെയൊക്കെ പോസിബിലിറ്റി, അതായത് എത്രത്തോളം ആയിരിക്കും ഇതിൻ്റെ എക്സ്റ്റെൻഡ് എന്നുള്ളത് നമ്മൾ പല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ ഇത് അറിയിച്ചിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം പോസിബിലിറ്റീസ് എന്നുള്ള രീതിയിൽ. പിന്നെ ജാസ്മിൻ പറയുന്ന പോലെ ഇപ്പോൾ വരാനുള്ള നെഗറ്റീവ് ന്യൂസൊക്കെ ഏതാണ്ട് മാർക്കറ്റിലേക്ക് വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കാര്യം എപ്പോഴും കാര്യങ്ങൾ മോശമായിട്ട് മാത്രം നിൽക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും വെച്ച് ഇതൊന്ന് തിരിഞ്ഞ് നല്ല ന്യൂസുകളും പുറത്തോട്ട് വരണമല്ലോ. അപ്പോൾ അതിനുള്ള സമയമായിരിക്കും ഇത് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ പോലെ പറഞ്ഞു വച്ചത്. എന്നിട്ട് ഈ ആഴ്ച നമ്മൾ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയ JD വാൻസും വിത്ത് ഫാമിലി ഇന്ത്യയിലേക്ക് വരുന്നു. പക്ഷേ നമ്മൾ വി ഷുഡിൻ റീഡ് ടു മച്ച് ഇൻ ടു ഇറ്റ്. അതിലേക്ക് നമ്മൾ കൂടുതൽ വായിക്കേണ്ട കാര്യമില്ല. അതൊരു കൾച്ചറൽ വിസിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, ഇന്ന് പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഡിന്നറിൽ ഫാമിലിയോടെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും പങ്കെടുക്കും എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പോസിറ്റീവ് ക്യാമറാഡറി അല്ലെങ്കിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പിന് നമുക്ക് വഴി തെളിയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, ഇന്ത്യയുടെ ട്രേഡ് നെഗോസിയേഷൻസ് നടത്താൻ ഈ ട്രേഡ് നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ ഈ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് അല്ല, എന്തൊക്കെയാണ് നമ്മൾ എവിടെയൊക്കെയാണ് ഈ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയില്ലേ, എവിടെയൊക്കെ നമുക്ക് തൊട്ടും തൊടാതെയും സംസാരിക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടുന്ന് ഒരു ഡെലിഗേറ്റ് ടീം തന്നെ നമ്മൾ ഈ ആഴ്ച നമ്മൾ US പോകുന്നുണ്ട്. അത് ഹെഡ് ചെയ്യുന്നത് ഒരു നെഗോഷിയേറ്ററായ രാജേഷ് അഗർവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രേഡ് വാറിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് ഏതാണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു തുടങ്ങിയ ഡേറ്റാസ് ഉണ്ട്. ഇനിയാണല്ലോ ഡേറ്റാസ് വരുന്നത്. അതായത് ട്രേഡ് വാർ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇത് കാരണം ഗ്ലോബൽ ട്രേഡിലും അമേരിക്കയായിട്ടുള്ള ട്രേഡുകളിലും വരാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അതിൽ ഫസ്റ്റ് വന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് കണ്ടെയ്നർ ബുക്കിംഗ് ഡേറ്റയാണ്. അതായത് നമ്മുടെ ഈ വേൾഡ് വൈഡ് ആയിട്ടൊരു ട്രേഡിംഗ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനീസിൻ്റെ കണ്ടെയ്നർ ബുക്കിംഗ് ഡേറ്റയാണ്. അതൊരു നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. കാര്യം ട്രേഡിനെ ആണല്ലോ നമ്മൾ ഈ പറയുന്നതെന്ന് പറയും. അതിൽ US ഇമ്പോർട്ട് ഏതാണ്ട് 64% താഴേക്കാണ്, ഡൗൺവേർഡ് ആണ് കാണിച്ചേക്കണേ. US എക്സ്പോർട്ട് ഏതാണ്ട് 30% താഴേക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫിഗറിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മെയിൻലി ഒരു കാര്യം കൂടെ കൊണ്ടായിരിക്കാം കേട്ടോ. അതായത് ഈ ലാസ്റ്റ് മിനിറ്റ് ഈ ട്രേഡ് ടാരിഫ് വയ്ക്കുന്നതിന് ജസ്റ്റ് മുമ്പായിട്ടുള്ള ഒരു ആഴ്ച
ദർ വാസ് എ ഹെവി റഷ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അതായത് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഇമ്പോർട്ടേഴ്സ് കൂടുതൽ സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ ഹൈ ബേസിലായിരിക്കാം ചിലപ്പോൾ ഇത് ലോ ആയിട്ട് റിപ്പോർട്ട് ചെയ്തെന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാൽ പോലും നെഗറ്റീവാണ്. അതൊരു പരിധിവരെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം അതിനകത്തൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഡേറ്റ അതിനകത്തൊന്നുമില്ല. പിന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞ പോലെ JD വാൻസ്, അതായത് US വൈസ് പ്രസിഡന്റ് ഫാമിലിയായിട്ട് പ്രൈം മിനിസ്റ്ററെ കാണുന്നു. അപ്പോൾ ഏതായാലും തൊട്ടും തൊടാതെയും ചില സംസാരങ്ങൾ അവിടെ വന്നേക്കാമെന്ന് പ്രതീക്ഷിക്കും. അതുകൂടാതെ തന്നെ വേൾഡ് ബാങ്കിന്റെയും IMFന്റെയും ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ഏതാണ്ട് ഏപ്രിൽ 21 മുതൽ 26 വരെ. അതിന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒക്കെ പോകുന്നുണ്ട്. അത് വേൾഡ് ബാങ്ക് IMF മീറ്റിംഗിനല്ല ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. G20 ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെയും അവരുടെ സെൻട്രൽ ബാങ്ക് മിനിസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഏപ്രിൽ 23 to 24 നടക്കുന്നത്. അതിന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും നമ്മുടെ ഡെലിഗേറ്റ്സും പോകുന്നുണ്ട്. അപ്പൊ അവിടെയും ഈ പറയുന്ന പോലെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്കഷൻസിൽ ഏർപ്പെട്ടേക്കാം. എങ്ങനെയായിരിക്കാം നമുക്കൊരു ട്രൂസ് അമേരിക്കയായിട്ട് ഗ്ലോബലി തന്നെ എല്ലാ കൺട്രീസും എത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചേക്കാം എന്നുള്ളതാണ് ഒരു ഉഭയകക്ഷി ചർച്ച പോലെ. അതായത് ഇപ്പൊ ലോകത്തിലെ എല്ലാ എക്കണോമീസിന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഈ ട്രേഡ് ടാരിഫ് വയ്ക്കണ്ട എന്നല്ല, ഗ്ലോബൽ ട്രേഡ് യാതൊരു സ്റ്റോപ്പേജും ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ഈ ആഴ്ച ഞാൻ മനസ്സിലാക്കുന്നത് UK ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റും കൂടെ ഇന്ത്യ സംസാരിക്കുന്നുണ്ടല്ല. അപ്പോൾ ഈ ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വീക്കിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ US-ലെ 10-year ബോണ്ട് ഈൽഡ് ഏതാണ്ട് 4.3% ആണ്. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 100-ന് അടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. ക്രൂഡ് ഏതാണ്ട് ഈ പറയുന്ന പോലെ $68, അതായത് 59-60 വരെ പോയിരുന്നാണ്. അവിടുന്ന് ഒരു റിക്കവറി വന്ന് 68-ൽ വന്നു. എന്നാലും 70-ന് മുകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ക്രൂഡിലോട്ടൊന്നും നമ്മൾ ഇത്രയും വായിക്കില്ല. കാര്യം ഇത്രയും വലിയൊരു ഗ്ലോബൽ ട്രേഡിൽ ഒരു ഷോക്ക് സംഭവിക്കുമ്പോൾ കറൻസീസ് അല്ലെങ്കിൽ കമോഡിറ്റീസ് അല്ലെങ്കിൽ ക്രൂഡ് ഇതിനൊക്കെ ചെറിയ ഒരു ഏറ്റക്കുറച്ചിലുകൾ അവിടെ ഇവിടെ ഉണ്ടാകും. അതൊരു ലോങ്ങർ ടേം ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ലേ ഉള്ളൂ. ഇതൊരു ടെമ്പററി ലുക്കായിട്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ IT സെക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഹിസ്റ്റോറിക്കലി 2001 മുതൽ, അതായത് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് മുതൽ നിഫ്റ്റി IT ഉണ്ടല്ലോ, നമ്മുടെ നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഏതാണ്ട് 13.8%, അതായത് 13.8 14-നടുത്ത് പെർസെൻറ്റേജ് വരെ അതിനൊരു വെയിറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് 2001 മുതൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഇവിടെ വല്ലപ്പോഴും ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ ഏതാണ്ട് ഭയങ്കരമായിട്ട് താഴെ ഇടിഞ്ഞു പോകും. അതൊരു വൺ ഓഫ് ഇൻസിഡൻറ്റിൽ പോകണം. അല്ലെങ്കിൽ IT എപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റേജ് കമാൻഡ് ചെയ്തതാണ്. അതിൻ്റെ 15-year ഹൈ എന്ന് പറയുന്നത് 17 വരെ പോയിട്ടുണ്ട്. അതായത് 13.8 ആണല്ലോ അത് ആവറേജ് ആയിട്ട് അത് ട്രേഡ് ചെയ്ത് 17 വരെ അതിൻ്റെ വെയിറ്റേജ് പോയിട്ടുണ്ട്. 2008 ക്രൈസിസ്, അതായത് ലേമൻ ബ്രദേഴ്സിന്റെ ക്രൈസിസ് ഒക്കെ നമ്മൾ കൂടുതലും ഇന്ത്യൻ സോഫ്റ്റ്വെയർസ്, ഇതേപോലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, റീറ്റെയിൽ, എഞ്ചിനീയറിംഗ് ഇങ്ങനത്തെ US മേഖലകളിലാണല്ലോ നമ്മൾ കൂടുതലും സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലേമൻ ക്രൈസിസിൽ നമുക്ക് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് താഴെ വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് 9.7 ആണ്. അതായത് 9.7-ഉം 17% വരെ ഓസിലേറ്റ് ചെയ്തിരുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇപ്പോൾ ഏതായാലും 10.2-ലാണ്. ഈ 10.2 എന്ന് പറയുന്നത് ഏതാണ്ട് മോശ സമയത്തും പോലും 9.7 ആണ്. ഇപ്പം അല്ലാതെ തന്നെ 10.2 ആയി എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും COVID-19 ശേഷം എന്തൊക്കെ ഗെയിൻസ്, അതായത് ഇനി മുതൽ ഡിജിറ്റൽ ആണെന്ന് നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ എന്തൊക്കെ ഗെയിൻസ് IT സെക്ടർ അത് ബിൽഡ് ചെയ്തിരുന്നോ അതൊക്കെ ഏതാണ്ട് വൈപ്ഡ് ഔട്ട് ആയി എന്നുള്ളത്. ഏതാണ്ട് വി ആർ നിയർ ടു 2004 ലെവൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവലിലേക്ക് വന്നു എന്നുള്ള. ബട്ട് ഇതിനകത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് ഒന്നുമല്ല. നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു വ്യൂ പോയിന്റാണ്. ഈ വ്യൂ പോയിന്റിൽ എന്താ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഇത്രയും ക്യാഷ് ഫ്ലോ ഉള്ള അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഇല്ല, റൈറ്റ്? അതിന് നമ്മളിപ്പോഴും മാർക്കറ്റ് അതിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഇനി അമേരിക്കയിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് ഉണ്ടാവില്ല. ആ ഒരു നെഗറ്റിവിറ്റി ഇതിനകത്ത് ബിൽറ്റ് ഇൻ ചെയ്തു. രണ്ടാമത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് വരുന്നതെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരികയാണെങ്കിൽ ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനീസിന് ഇതിനകത്ത് റെലവൻസ് ഇല്ല. ഇങ്ങനത്തെ രണ്ട് നെഗറ്റീവ്സ് ആണ് അതിനകത്ത് ബിൽഡ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, മൂന്നാമത്തെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, അമേരിക്ക ഒരു റിസഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്, റീറ്റെയിൽ കമ്പനീസ്, മാനുഫാക്ചറിങ് കമ്പനീസ്, ബാങ്കിങ് കമ്പനീസ്, ഓട്ടോമൊബൈൽ കമ്പനീസ് ഒന്നും സോഫ്റ്റ്വെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഈ മൂന്ന് കാരണത്താലാണ് ഇത്രയും ക്യാഷ് ഫ്ലോ തരുന്ന, ഇത്രയും ഡെപ്റ്റ് ഇല്ലാത്ത, ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ ഏർണറായ ക്ലാസിക് കമ്പനീസ് അടിച്ച് താഴേക്ക് ഏതാണ്ട്
10.2 വെയിറ്റേജിൽ നിഫ്റ്റി 50 ട്രേഡ് ചെയ്യണമെന്ന് വേണം ആലോചിക്കാൻ. നമ്മൾ ഒരു കാര്യം മാത്രം പറഞ്ഞു പോരുത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരുപാട് ലെവൽസ് ഉണ്ട്, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ GPU പ്രോസസ്സർ ഉണ്ടാക്കുന്നതാണ് NVIDIA, AMD എന്നൊക്കെ. അതിൻ്റെ മുകളിലുള്ള ലാംഗ്വേജസ് ഉണ്ടാക്കുന്നതാണ് ChatGPT, DeepSeekഉം മറ്റുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് ഒരു കമ്പനിയുടെയോ ഒരു സെക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷൻ്റെ, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇതേ സോഫ്റ്റ്വെയർ കമ്പനീസ് തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അതായത് നമ്മൾ ആർക്കൊക്കെ, അതായത് TCSഉം ഇൻഫോസിസും വിപ്രോയും HCL ടെക്കും കോഗ്നിസെന്റും അല്ലെങ്കിൽ പറയണ മൈൻട്രി L&T അങ്ങനത്തെ കമ്പനീസ് എല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി പല ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യണം, അവർക്ക് ആ ഇന്റഗ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻസ് ചെയ്തു കൊടുക്കേണ്ട കമ്പനിയും ഇത് തന്നെയാണെന്നുള്ള. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയും, IT ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ടല്ല നമ്മൾ പറയണത്. സി, ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കംസ് വെൻ പെർട്ടിക്കുലർ ബിസിനസ്സസ് or sectors are affected by one-off situations. ക്ലാസിക് കമ്പനീസിന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു നെഗറ്റിവിറ്റി ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാനും വിശ്വസിക്കുന്നു ഏതോ ഒരു സമയത്ത് IT ഇൻഡെക്സ് ഒരു ക്ലാസിക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. അത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് ഡ്രാഗ് ഡൗൺ ഉണ്ടാക്കാം, പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ക്വാർട്ടർ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ടാരിഫ് വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ബട്ട് ഈവൻ ദെൻ എനിക്ക് ഉറപ്പായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ പറയാൻ പറ്റും, all these IT companies will climb the wall of worries എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും. കാര്യം പലതും വളരെ ഹിസ്റ്റോറിക് ലോവർ വാല്യുവേഷൻസിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ കമ്പനികളുടെ പ്രത്യേകത ഞാൻ വീണ്ടും പറഞ്ഞു, അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ക്യാഷ് ത്രോ ചെയ്യുക, അതായത് എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് US ഡോളേഴ്സ് വേണം അവർക്ക് വരിക എന്ന് പറയുന്നത്. അതൊരു ഹൈ ആയിട്ട് നിൽക്കുന്ന, അപ്രീഷിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കറൻസിയാണെന്ന്. ഇത്രയും ക്ലീൻ ഈ പേരും പറഞ്ഞും ഈ കമ്പനികൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെ പറഞ്ഞു വിടാനുള്ള ചാൻസ് ഉണ്ട്, എന്നിട്ട് എക്സ്പെൻസസും കുറയ്ക്കാൻ ചാൻസ്. ഇതൊരു നല്ല ന്യൂസ് അല്ല. ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് ചിലപ്പോൾ നല്ല ന്യൂസ് ആണെങ്കിലും എംപ്ലോയീസിനെ സംബന്ധിച്ചും നമ്മുടെ ഫ്യൂച്ചർ വർക്കിംഗ് എംപ്ലോയീസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ പോലും, പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവർ അഡ്ജസ്റ്റ് ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് അവർ വീണ്ടും മാർജിൻ എക്സ്പാൻഷനിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കാം. യെസ് സുരജ് സാർ, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് ദിനമാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ടെക്നിക്കൽ ലെവൽസ് കൂടി അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. അതിനായിട്ട് ഇന്ന് നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിന്റെ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത് സർട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഹരിപ്രിയ മാം ആണ്. മാം, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു. യെസ്, ഏതായാലും നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ഒരു 3 ട്രേഡിംഗ് ദിനമാണ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് വീക്കിൽ. അവിടെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ആഴ്ചയിലെ ഒരു ആദ്യ ദിനം തുടങ്ങിയിരിക്കുന്നതും വളരെ പോസിറ്റീവായിട്ടാണ്. 24 എന്ന് പറയുന്നത് 24,000 എന്ന് പറയുന്ന ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. 24,016 എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ പെർഫോമൻസ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ടെക്നിക്കലി പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഇപ്പൊ തന്നെ 24,000 ലെവലില് ചുറ്റിത്തിരിയാണ് നിഫ്റ്റി. അത് വളരെ നല്ല ഒരു ഇംപ്രൂവ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. കാരണം നിഫ്റ്റി ഒരു നല്ല മൂവ്മെന്റ് എടുത്താണ് മുകളിലോട്ട് പോയേക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അതും രണ്ടാമത്തെ ഡിപ്പ് W പാറ്റേണിൽ വന്നേക്കുന്നത് ഒരു നല്ല സ്ട്രോങ് ഡിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ല ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത് മുകളിലോട്ട് എടുത്തു പോയിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ഗ്യാപ്സ് ഉണ്ട് അതിന്റെ ഇടയിൽ. അത് മാത്രമല്ല, ആ W പാറ്റേണിന്റെ നെക്ക് ലെവലിൽ ചുറ്റിത്തിരിയാണ്. അവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ 24,000 കുറച്ചെങ്കിലും ഒരു ചെറിയ ഡിപ്പ് എടുത്ത് അവിടെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 24,800 വരെ ഈ മെയ് മാസത്തെ എക്സ്പയറിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ട്രംപിന്റെ ടാരിഫും അത്തരം കാര്യങ്ങളും അത്തരം ഗ്ലോബൽ കാര്യങ്ങളും കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ടെക്നിക്കൽ ലെവൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയ റീടെസ്റ്റ് എങ്കിലും നമുക്ക് വേണം ഈ 24,000. എന്നാൽ മാത്രമേ ഇതൊരു സ്ട്രോങ് മൂവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയോ മറ്റ് ഇത് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ സ്ട്രോങ് പെർഫോമർ ആണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ അഡ്വാൻറ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോഴും ടോപ്പിൽ നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. അത് നല്ല ഡബിൾ ബോട്ടം ഡിപ്പ് എടുത്ത്
വീണ്ടും ആ W പാറ്റേൺ റീടെസ്റ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയേക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളും നോക്കാവുന്നതാണ്. ഇതിനകത്ത് ഓട്ടോ സെക്ടർ ഒഴിച്ച് മറ്റ് ഇൻഡെക്സുകളും കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ സൂരജ് സാർ പറഞ്ഞ പോലെ IT സെക്ടർ ആണെങ്കിലും നമുക്ക് നോക്കാൻ പറ്റുന്ന ഇപ്പൊ 33,800 ലെവലിൽ നിൽക്കുകയാണ്. അതും മുന്നേ ഉണ്ടായിരുന്ന ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മെയ്യിൽ വന്ന ആ ലോ ലെവലിലാണ് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഗ്ലോബൽ ട്രേഡ്സ് നല്ല ഒരു പാറ്റേണിൽ നിൽക്കുവാണെങ്കിൽ ഇവിടെ നിന്നും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മാം ഇപ്പോൾ ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു ആഴ്ചയിൽ 1100-ലധികം പോയിന്റുകളുടെ ഒരു റാലി ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നും മികച്ച മുന്നേറ്റം, പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് മികച്ച ക്വാർട്ടർലി നമ്പേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ബാങ്കിങ് മേഖലയിലെ കമ്പനികളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളത് HDFC ബാങ്കിനെ കുറിച്ചാണ്. മികച്ച ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് എന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഇന്ന് 1% കൂടുതൽ ഒരു മുന്നേറ്റത്തിലാണ് HDFC ബാങ്ക് ട്രേഡ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 7% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രോസ് NPAയും അതോടൊപ്പം തന്നെ നെറ്റ് NPAയിലും ഒക്കെ തന്നെ കാര്യമായിട്ടുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയത് തീർച്ചയായിട്ടും ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റിനെയാണ് കാണിക്കുന്നത്. HDFC ബാങ്കിൽ ഇനി പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ലെവൽസ് ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ ഒരു ബാങ്കിങ് സ്റ്റോക്കിനെ കുറിച്ചുള്ള മാമിന്റെ ഒരു വ്യൂ കൂടി. HDFC ബാങ്ക് ഇപ്പോൾ ഓൾ ടൈം ഹൈ ലെവലിലാണ്. അവിടെ പറഞ്ഞതുപോലെ തന്നെ 1925 നിൽക്കുകയാണ്. ആ ഒരു പോയിന്റില് ഇത് ഒരു ഡ്രാഗൺ ഫ്ലൈ പാറ്റേൺ ഫോം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം എത്രയാണേലും ഒരു ഹൈ ലെവൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഡിപ്പ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ ഒരു ലെവല് 1925 എന്ന ഒരു ലെവല് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പോട്ടെ, അതും നമ്മൾ നോക്കണ്ട. 1875 മേളിൽ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 2000 വരെ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ബാങ്കിന് സാധിക്കണം. ഇവിടെ ഒരു വലിയ ഗ്രീൻ ലെവൽ വോളിയം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയാൻ പറ്റുന്നത് ഇതിന്റെ RSI ലെവല് ഇവിടെ ക്രോസ് ചെയ്ത് 70ക്ക് മുകളിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല ഇവിടെ MACD ക്രോസ് ഓവറും കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഡിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ ആ ഡിപ്പിൽ നിന്ന് ഇത് ഉയർത്തെഴുന്നേൽക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് 2000 വരെയുള്ളത് പ്രതീക്ഷിക്കും. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കിങ് സ്റ്റോക്ക് ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കായ ICICI ബാങ്കാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ സ്വകാര്യ ബാങ്കാണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർലി നമ്പേഴ്സ് മികച്ചത് തന്നെയായിരുന്നു. നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിലും 18% ഒരു വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ടെക്നിക്കലി ICICI ബാങ്കിന്റെ ചാർട്ട് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ICICI ബാങ്കും HDFC ബാങ്കും ഏത് ബാങ്കിങ് സെക്ടറിലെ ബാങ്ക്സ് ആണെങ്കിലും ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ്. ആ ലെവലില് 14-19 ഇപ്പൊ ഒരു ചെറിയ ഡൗൺ ടേൺ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ മാത്രം ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ആ കാൻഡിൽ സ്റ്റിക്ക് ഒരു നല്ല ഡൗൺ ടേൺ ആണ് കാണിക്കുന്നത്. അത് മാത്രമല്ല അവിടെ ഒരു വലിയ വോളിയം മൂവ്മെന്റ് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഡിപ്പ് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഈ 1400 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 1480 വരെയുള്ള മൂവ്മെന്റ് കാണാൻ പറ്റും. കാരണം ഇതിന്റെ RSI ആണെങ്കിൽ 70ക്ക് മുകളിലാണ്. അതുപോലെ തന്നെ MACD ക്രോസ് ഓവറും നടന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ ഡിപ്പിന് ശേഷം ഇത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ 1380ക്ക് അല്ലെങ്കിൽ 1400 മുകളിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യവും അവിടെ ഗ്രീൻ വോളിയം വരുന്നുണ്ടോ എന്ന കാര്യവും ഇനി ശ്രദ്ധിച്ചുകൊണ്ട് മുകളിലേക്ക് പോകേണ്ടതാണ്. ബാങ്കിങ് മേഖലയിൽ നിന്നും അടുത്തതായിട്ട് യെസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഒരു വലിയ മുന്നേറ്റം 4.5% കൂടുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെയായിരുന്നു. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ 63% ഉയർച്ച ബാങ്കിങ് മേഖല കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഒരു ബാങ്കിങ് സ്റ്റോക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ഹൈ ലെവൽസിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. 4% കൂടുതലാണ് മുന്നേറ്റം. ഈ ഹൈ ലെവൽസിൽ ഒരു ന്യൂ പൊസിഷൻ അഡ്വൈസബിൾ ആണോ?
ഞാൻ ഇപ്പോഴും ആ ഡിപ്പിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കാരണം നിഫ്റ്റി ബാങ്ക് ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ആ ടോപ്പ് ഹൈ ലെവലിൽ നിന്നുകൊണ്ട് അത് നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റിന് യെസ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. 18 മുകളിൽ ഇത് കുറച്ച് ദിവസമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രം, ഗ്രീൻ വോളിയം നമ്മൾ കാണുകയാണെങ്കിൽ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 20-25 വരെയുള്ള ലെവൽസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴും ആ ഗ്രീൻ വോളിയം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആവറേജ് വോളിയത്തിനും താഴെയാണ് ഇപ്പോൾ നിൽക്കുന്ന വോളിയം. അതോടൊപ്പം നമ്മൾ ഇന്ന് നിഫ്റ്റി 50യുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം സംഭാവന നൽകുന്നത് ബാങ്കിങ്, അതോടൊപ്പം തന്നെ ടെക് മേഖലയിൽ നിന്നുള്ള കമ്പനികളാണ്. എസ്പെഷ്യലി ടെക് മഹീന്ദ്ര 3% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ടെക്നിക്കലി എങ്ങനെയാണുള്ളത്? ടെക് മഹീന്ദ്ര ഇപ്പോൾ നിൽക്കുന്നത് 1350 എന്നുള്ള ലെവലിലെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു ടോപ്പ് ലെവലാണ്. നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ജൂൺ 2024 ജൂണില് ആ ഒരു ലെവലിലാണ് അത് പീക്ക് എടുത്തത്. അവിടെ നിന്നാണ് അത് താഴേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നമുക്ക് നല്ലൊരു വോളിയവും വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. കാരണം ഇപ്പൊ നമ്മള് RSI നോക്കുകയാണെങ്കിൽ 40ക്ക് മുകളിലാണ് നിൽക്കുന്നത്. MACD ക്രോസ് ഓവറിന് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നു. നല്ല ഒരു വോളിയം ഇവിടെ നടക്കുന്നത് കൊണ്ട് കുറച്ചെങ്കിലും ഉയർന്ന് 1480 വരെയുള്ള ചാൻസ് നമുക്ക് മറക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇതിന്റെ IT-യുടെ ആ ലെവൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ലോവസ്റ്റിൽ നിന്ന് അത് പിക്കപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇതിന്റെ PE റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ 25 നിൽക്കുകയാണ്. 5 ഇയർ PE റേഷ്യോയുടെ ആവറേജ് PEക്കും ഒരുപാട് താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു പിക്കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടെക് മഹീന്ദ്ര ഓഫ് കോഴ്സ് നല്ലൊരു കമ്പനിയാണ്. അവിടുന്ന് നല്ലൊരു വോളിയത്തോടു കൂടിയുള്ള ഉയർച്ച വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഉയർച്ച ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കാം. ഉടനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ട്രംപ് ടാരിഫില് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ടെക്നിക്കൽ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ലെവൽ തന്നെയാണ്. ഇവിടുന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഫുൾ ചാൻസും ഉണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ ടാറ്റ സ്റ്റോക്സിൽ എസ്പെഷ്യലി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിന്റെ ഓഹരികൾ, ട്രെൻഡ് ഇന്ന് 2% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിലെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ 26.46% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 10 മന്തിലെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 18% ഫോൾ ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. ട്രെൻഡിൽ നിലവിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്തായിരിക്കണം? ട്രെൻഡ് കുറച്ചും കൂടി വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. കാരണം ഇപ്പൊ തന്നെ അത് ടോപ്പ് ലെവലിൽ നിന്ന് ഏറ്റവും മുകളിൽ പോയ ആ ലെവലായത്, അതായത് 8000 സംതിങ് ലെവലാണ്. 8169 എന്നുള്ള ലെവലിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ ഒക്ടോബറിൽ ഫോം ചെയ്തതാണ്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 37% ഡൗൺ ആണ്. അത് ഒരു നല്ല ഓപ്ഷൻ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും ഡൗൺ നിൽക്കുന്ന ഒരു സ്റ്റോക്കില് നമുക്കൊരു നല്ല റെഡ് വോളിയം ആണ് വന്നിരിക്കുന്നത്. അതും വന്നിരിക്കുന്നത് 7th ഏപ്രിലാണ്. ആ വോളിയം കഴിഞ്ഞ ഉടനെ ചെറുതായിട്ട് ആ സെല്ലിംഗ് വോളിയം കുറഞ്ഞ് ഇപ്പോൾ ഗ്രീൻ വോളിയം അത് പിക്ക് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റൗണ്ട് ബോട്ടം പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ അത് 5600 മുകളിൽ നിലനിർത്താൻ ട്രെൻഡിന് സാധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു 6500 ലെവൽ പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ആ 5600 ലെവലിന് മുകളിൽ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. കുറച്ച് ദിവസം കൂടെ എങ്കിലും ട്രെൻഡ് നമുക്ക് വാച്ചിങ്ങിൽ ഇടാവുന്നതാണ്. നല്ല RSI ലെവലൊക്കെ വളരെ നല്ലതാണ്. 50ക്ക് മേളിൽ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല MACD ക്രോസ് ഓവറും കുറച്ച് നന്നായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ലെവലില് എനിക്ക് വിശ്വാസമില്ല. കുറച്ചും കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്തേണ്ട ഒരു സ്റ്റോക്കാണ് ട്രെൻഡ്. ഓൾ ടൈം ഹൈ, സർവകാല ഉയരം വീണ്ടും തിരുത്തി കുറിക്കുന്ന ബാങ്ക് നിഫ്റ്റിയെ കാണുന്നു. 55,291 എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എത്തുകയാണ്. ഇൻഡെക്സിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ബാങ്കിങ് ഓഹരികളിലും ആ ഒരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സുരേഷ് സാർ, ഏതായാലും നമ്മൾ ഈ ഒരു ഫോറത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ
ഇൻഡസിൻഡ് ബാങ്കിന്റെ ഒരു ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാലും പല സ്റ്റോക്കുകളിലെ ഒരു അലിഗേഷൻസും കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള ഒരു വലിയ വാർത്തകളുടെ ഒരു ഇൻഫർമേഷൻ കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പങ്കുവെക്കേണ്ടതുണ്ട്. ജെൻസോൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടാണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രൊമോട്ടർമാരായിട്ടുള്ള ജഗ്ഗി സഹോദരന്മാരെ വിപണിയിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കമ്പനി മാനേജ്മെന്റ് പദവികൾ വഹിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അതായത് ഫണ്ട് ദുരുപയോഗം ചെയ്തു, വകമാറ്റി ചിലവഴിച്ചു എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2024 ജൂണിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് പൂനെയിലെ ജെൻസോൾ EV പ്ലാന്റിൽ ഒരു ഉൽപാദനവും നടക്കുന്നില്ല എന്നുള്ളൊരു നിലയിലേക്ക് കൂടി കണ്ടെത്തൽ എത്തിയിരിക്കുന്നു. സ്റ്റോക്ക് പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഒരു ആരോപണങ്ങൾക്ക് പിന്നാലെ 1200 രൂപ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് വലിയ രീതിയിൽ കൂപ്പുകുത്തി 80% കൂപ്പുകുത്തി 110 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ജെൻസോളിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല ഫോറത്തിലും അല്ലെങ്കിൽ പല യൂട്യൂബ് വീഡിയോകൾക്ക് താഴെയും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ന് രാവിലെ വന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം. ജെൻസോൾ ഇൻവെസ്റ്റേഴ്സിനെ ചതിച്ചു, ഇവരെ അകത്തിടാൻ വകുപ്പൊന്നുമില്ലേ? ഇങ്ങനെ ആയാൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ആരെ വിശ്വസിക്കും? ഇനി എന്താണ് ചെയ്യേണ്ടത്? അർജന്റ് റിപ്ലൈ പ്ലീസ് എന്നാണ് തങ്കമ്മ ചാക്കോ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക നമുക്കൊരു കമന്റ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിക്കേണ്ട സമയമല്ലേ സർ ഇത്? ജാസ്മിൻ, ഞാൻ ജെൻസോളിലേക്ക് വരാം. അതിനു മുമ്പേ ഞാൻ ഹരിപ്രിയ നമുക്ക് ഒരു ഡ്രാഗൺ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം അധികം ആരും യൂസ് ചെയ്യാത്ത ഒരു ലെവലിൽ ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. ഹരിപ്രിയ ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം അങ്ങനത്തെ രീതിയിലുള്ള അനാലിസിസ് വളരെ നന്നായിരിക്കുന്നു എന്നുള്ള. പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രേക്ഷകരെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്, എത്രത്തോളം നെഗറ്റീവ്സ് IT ഇൻഡസ്ട്രിയിലുള്ളപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ദിവസം ടെക് മഹീന്ദ്രയും, എനിക്ക് തോന്നുന്നു ടെക് മഹീന്ദ്ര ഞാനിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് 4.2% അപ്പാണെന്നു. അതുകൂടാതെ തന്നെ ഇൻഫോസിസും ഏതാണ്ട് 2.5% അപ്പാണ്. ഇത് നല്ല ഒരു ഇൻഡിക്കേഷനാണ് ഇത് കാണിക്കുന്നത്. ആൾക്കാർ വളരെ ക്ലിയർ ആയിട്ട് അത് വാച്ച് ചെയ്യണം എന്നുള്ള കാര്യം. ഇപ്പം അതിന് മൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം പോസിറ്റീവ്സ് ഒന്നും അതിന് ഇതില്ല. ബട്ട് ആ കമ്പനികളുടെ സ്ട്രെങ്ത് ആണ് ആ കാണിക്കുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ TCS, വിപ്രോ, ഇൻഫോസിസ്, HCL ടെക്, കൊഫോർജ് ഒക്കെയാണ് പറയണമെങ്കിലും ടെക് മഹീന്ദ്രയാണ് മുകളിൽ നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരാണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിൽ അവർ കാലെടുത്ത് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കമ്പനി. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കണക്കാക്കരുത്. നമ്മളൊരു ഒബ്സർവേഷൻ മാത്രമാണ്. നമ്മൾ എപ്പോഴും കോൺട്രറിയൻ ആയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. എല്ലാവരും സംസാരിക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. നമ്മൾ അന്നും പറഞ്ഞത് FMCG അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലീഷയാണ്. എല്ലാവരും അതിൻ്റെ പുറകെ ഓവർ ഓൺഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഒരു കോൺട്രറിയൻ ആക്റ്റാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതെന്നാണ് ഒരു കാര്യം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. പിന്നെ ജെൻസോൾ എഞ്ചിനീയറിംഗ്, ഞാൻ ഇതിൻ്റെ ഇൻഫർമേഷൻ പറയണതിൽ തീർച്ചയായിട്ടും നമുക്ക് 2-3 പ്രേക്ഷകരെ നമുക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ, അല്ലാണ്ട് നേരിട്ടും എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടെന്നുള്ള. ഇത് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമൊന്നുമില്ല. കാര്യം എന്നറിയോ, ഞാൻ എൻ്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഇതേപോലെ ഒരുപാട് കമ്പനീസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയണത് ഈ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് പറയുന്ന പോലെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് സെക്ടറും. ഒരു ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയേക്കാൾ വളരെ വലുതാണ് ഈ സെക്ടറിൽ. എപ്പോഴും ഈ ഇൻഫോസിസും TCSും വിപ്രോ, TCS ഒക്കെ പിന്നെ IPOയിൽ വന്നതാണ്. ഇൻഫോസിസും വിപ്രോ ഒക്കെ പണ്ടൊരു സ്മോൾ ക്യാപ്പ് ആയിരുന്നു എന്നുള്ള ആ സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഇപ്പോൾ ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. ഇന്ത്യയിലുള്ള പല മൾട്ടി ബാഗേഴ്സും ഇപ്പോൾ ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഹോൾഡ് ചെയ്യുന്ന പേജ് ഇൻഡസ്ട്രീസ്, ഇത് റെക്കമെൻഡേഷൻ അല്ല, അതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ വെറും 300 കോടി 600 കോടി മാർക്കറ്റ് ക്യാപ്പേ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്റ്റോക്കിൻ്റെ അന്നത്തെ വില 370 രൂപയായിരുന്നു. ഇന്ന് ഏതാണ്ട് 40,000 50,000 വരെ പോയി. എപ്പോഴും സ്മോൾ ക്യാപ്പ് ആണ് എപ്പോഴും അത് മിഡ് ക്യാപ്പ് ആവും, മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ്പ് ആവുന്ന ആ ട്രാൻസിഷനിലാണ് ഒരു ഇൻവെസ്റ്റർ 8-10 കൊല്ലം കൊണ്ട് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഈവൻ തന്നെ നമ്മളെപ്പോഴും ജനങ്ങളോട് പറയാറുണ്ട്, സ്മോൾ ക്യാപ്പിലാണെങ്കിൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റി മാനേജ്മെൻ്റ് ഉള്ള കമ്പനികൾ എടുക്കണം എന്ന് നമ്മൾ പറയാൻ കഴിയും. ഈ ഹൈ ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്ന് നമ്മൾ ഒറ്റ വാക്കി പറയുന്നതിന് ഒരുപാട് ഫണ്ടമെൻ്റൽ റീസൺസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയും, അധികം ഡെപ്റ്റ് ഇല്ലാത്ത, ഇക്വിറ്റി അധികം ഡൈല്യൂട്ട് ചെയ്യാത്ത, നല്ല ക്യാഷ് ഫ്ലോ ഉള്ള,
നല്ല ക്ലീൻ കമ്പനി, അതായത് ക്യാഷ് നല്ല ഫ്രീ ക്യാഷ് ഫ്ലോ, അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഡെപ്റ്റ് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് എപ്പോൾ നോക്കിയാലും ഷെയർ വിറ്റ് കാശുണ്ടാക്കി കമ്പനിയുടെ എക്സ്പാൻഷൻ. അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ, അവർക്ക് ഓപ്പറേഷൻസിൽ നിന്ന് ഇനഫ് ക്യാഷ് കിട്ടുന്നില്ല അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ. അതായത് അവരിങ്ങനെ ഷെയറിനെ പ്ലേസ് ചെയ്താണ് ജനങ്ങളുടെ ഇന്ന് ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസ അവരുടെ എക്സ്പാൻഷന് വേണ്ടി. അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡെപ്റ്റ്, ആവശ്യത്തിൽ കൂടുതൽ ഡെപ്റ്റ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഇൻഡസ്ട്രി, അതായത് കഥകൾ മെനഞ്ഞെടുക്കുക. നമ്മളിതൊക്കെ പറയണമെന്നറിയോ, ഈ സ്റ്റോറി സ്റ്റോക്സ് എന്ന്. നമ്മൾ അടുത്ത കാലത്ത് തന്നെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ജെൻസോൾ എഞ്ചിനീയറിംഗിന്റെ ഫാൻസ് പറഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഇത് ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഒരു പ്രിഫേസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ജെൻസോളിലേക്ക് പോകാം. ജെൻസോൾ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞങ്ങളിത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് പറയണം. ഇനി ഒരു ജെൻസോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2019 ഒക്ടോബർ മാസം IPO വന്ന ഒരു കമ്പനിയാണ്. വളരെ സോളാർ കൺസൾട്ടിംഗ് ആണ് അവർ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ അന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഇനി വരാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് എനർജി. ഞാൻ ഈ ചേർത്ത് വെച്ച് പറയണമെന്നറിയോ, എവിടെയൊക്കെയാണ് ജനങ്ങൾ തെറ്റിപ്പോണെന്നറിയോ? സോളാർ എനർജി, വിൻഡ് പവർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും അങ്ങ് വീണു പോവുകയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ പോലും നോക്കാറില്ല കമ്പനികൾ എന്താ ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ ചെറിയ കമ്പനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇലക്ട്രിക് വെഹിക്കിൾസും ഈ പറയുന്ന പോലെ ചെറിയ കമ്പനിക്ക് ചെയ്യും. ഇവിടെ ടാറ്റ മോട്ടോഴ്സ് ഒരു അക്കാര്യത്തിൽ, എന്തിന് ഗ്ലോബൽ കമ്പനികൾ പോലും, ടെസ്ല പോലും BYDയുടെ കൂടെ നിൽക്കാനായിട്ട് പാടുപെടുന്ന സമയത്ത് ഓരോ കമ്പനികളും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വെഹിക്കിൾസിലാണ് ഞങ്ങൾ ബാറ്ററി ഉണ്ടാക്കണു, ലിത്തിയം അയൺ ബാറ്ററി എന്നും. ഇങ്ങനത്തെ ഈ സൺറൈസ് സെക്ടേഴ്സിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട അതാണ്. സൺറൈസ് സെക്ടേഴ്സ് ഒക്കെ ഇത്രയും അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാനായിട്ട് വലിയ വലിയ കോർപ്പറേറ്റ്സ് ശ്രമിക്കില്ലേ? അഡാനി ശ്രമിക്കും, അംബാനി ശ്രമിക്കും, ടാറ്റ ശ്രമിക്കും, ബിർള ശ്രമിക്കും, ബജാജ് ശ്രമിക്കും. അവരെല്ലാവരും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലല്ലേ മറ്റുള്ളവരിലേക്ക് വരുന്നത്. ഈ സിമെന്റ് ഒക്കെ അതിന് ഉത്തരവാദിത്തം. ഈ സിമെന്റ്, സ്റ്റീൽ, അയൺ, കോപ്പർ, അലൂമിനിയം ഒക്കെ ഉണ്ടാക്കുന്നത് വലിയ ഗ്രൂപ്പ്സ് ആണ്. ഒരു ചെറിയ കമ്പനി ഒന്നും വിരിച്ച് അവരിൽ നിന്നും തള്ളിയാലൊന്നും പോകുന്ന കാര്യങ്ങളല്ല ഇത് എന്നുള്ളത് ജനങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒക്ടോബർ 2019 ഇവർ IPO ആയിട്ട് വരുന്നത്. സോളാർ കൺസൾട്ടിംഗ് ആയിട്ടാണ് അവർ വരുന്നത്. അത് മാത്രമല്ല, പിന്നെ അതിന് EPC, റിന്യൂവബിൾ എനർജിയിൽ EPC ചെയ്യുന്ന കമ്പനി. EPC എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതായത് റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്തു കൊടുക്കപ്പെടും എന്നുള്ള രീതിയിലും കൂടെ അവർ എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ അവർ ഒരു എക്സ്പാൻഷൻ എന്ന ഇതിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ലീസിങ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ ലീസ് ചെയ്തിട്ട് ഇവരുടെ പ്രൊമോട്ടേഴ്സിന്റെ വേറൊരു അൺലിസ്റ്റഡ് കമ്പനി ഉണ്ട്, ബ്ലൂ സ്മാർട്ട് എന്ന്. ആ ബ്ലൂ സ്മാർട്ട് കമ്പനിക്ക് ഞങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കിയിട്ട് ലീസ് ചെയ്യും. ബ്ലൂ സ്മാർട്ട് എന്താ ചെയ്യണത്? നമ്മുടെ ഊബറൊക്കെ പോലെ, ഊബറും ഓലയൊക്കെ പോലെ ടാക്സി സർവീസസ് നടത്തുന്നു, ടാക്സി റെന്റൽ സർവീസസ് നടത്തുന്നു, റൈഡ് ടാക്സീസ് നടത്തുന്നു. ബട്ട് എല്ലാം ഇലക്ട്രിക് വെഹിക്കിൾസ്. ആ ഇലക്ട്രിക് വെഹിക്കിൾസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നു? നമ്മുടെ ജെൻസോൾ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ആദ്യം കുറച്ച് ഇലക്ട്രിക് വെഹിക്കിൾസ് റെന്റിന് എടുത്തിട്ട് ബ്ലൂ സ്മാർട്ടിന് കൊടുക്കുന്നു. രണ്ടാമത് സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മൾ ബ്ലൂ സ്മാർട്ടിനെ കൊടുക്കുന്നു. അപ്പോൾ EPC പ്രോജക്ട്സും സോളാർ കൺസൾട്ടിങ്ങും കൂടാതെ അവരുടെ എക്സ്പാൻഷൻ പ്ലാനാണ് അവർ ഈ പറഞ്ഞു വെച്ചത്. ഇവിടെയാണ് പല വ്യക്തികളും പല ഇൻവെസ്റ്റേഴ്സും അതിൽ വീണുപോയത്. അതായത് ന്യൂ ഏജ് ടെക്നോളജി, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഇനി ഫ്യൂച്ചർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പലരും വീണുപോയെന്നുള്ള. ഈ ജെൻസോളിന്റെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ 2017 വെറും അവർ IPO വരുന്നതിന് മുമ്പേ 61 കോടിയായിരുന്നു റവന്യൂ. അവിടുന്ന് ഏതാണ്ട് അവർ കാണിച്ചത് 1100 കോടി എന്നുള്ള ലെവലിലേക്കാണ് അവർ കാണിച്ചത്. ഏതാണ്ട് 2019 IPOന്റെ സമയത്തൊക്കെ, IPOക്ക് മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു 155 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് ആയി എന്നുള്ള. ബട്ട് ഇതിലൊക്കെ ആണെങ്കിലും പല ഇൻഡിക്കേഷൻസും അതിൻ്റെ ബാലൻസ് ഷീറ്റിലും P&L ഉണ്ടായിരുന്നു എന്നുള്ള നമ്മളെപ്പോഴും നമ്മൾ പറയാറില്ലേ. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ, പണ്ട് ഈ സത്യം സാഗ വന്നല്ലോ, സത്യത്തിന്റെ രാമലിംഗ രാജു അതിനകത്ത് നിന്ന് പൈസ എടുത്ത് മകന്റെ കമ്പനിയായ മേത്താസ്, MAYTAS, സത്യം തിരിച്ചിടുന്നതാണ് മേറ്റാസ് എന്ന് പറഞ്ഞ വാക്ക്, അതിലേക്ക് പമ്പിൻ ചെയ്ത് പൈസ സൈഫൺ ചെയ്തല്ലോ. ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ സൈഫൺ ചെയ്ത് പേഴ്സണൽ യൂസിലേക്ക് കൊണ്ടുപോയല്ലോ, പേഴ്സണൽ കമ്പനിയിലേക്ക് കൊണ്ടുപോയി. അതിന് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ശരിയാണ്, അതിന് ഒരാഴ്ച മുമ്പേ വരെ എന്തോ ഒരു പീകോക്ക് അവാർഡ് വരെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള. എന്നിട്ടും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്നറിയോ? അന്ന് TCSും വിപ്രോയും ഇൻഫോസിസും ഒക്കെ ഒരു പ്രീമിയത്തിൽ ട്രേഡ് ചെയ്തിരുന്നപ്പോൾ സത്യം ഒരു ഡിസ്കൗണ്ടിലായിരുന്നു ട്രേഡ് ചെയ്തത്. എപ്പോഴും സത്യത്തിന് വേണ്ടി വന്നിരുന്ന ഈ റിസർച്ച് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, മോർഗൻ സ്റ്റാൻലി, ഇതിലൊക്കെ മോർഗൻ സ്റ്റാൻലി ഇപ്പം ഈ ജെൻസോൾ എഞ്ചിനീയറിംഗിന് പൈസ പോയത് ആർക്കൊക്കെ? ബജാജിന്റെ MD, ബജാജ് ഫിനാൻസിന്റെ സഞ്ജീവ് ബജാജ്, ദീപിക പദുക്കോൺ,
MS ധോണി, MS ധോണി. ഇവരുടെയൊക്കെ ഫാമിലി ഓഫീസിനാണ് പൈസ പോയത്. Yes. അപ്പൊ എന്താ ഇവർക്കാർക്കും വിവരമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡ്സ് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യാത്തതുകൊണ്ടാ? ഇതൊന്നും അല്ല അതിനകത്തുള്ള കാരണം എന്ന് വെച്ചാൽ വലിയവർക്ക് പോലും കണ്ടുപിടിക്കാത്ത ഒരു സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഈ സത്യത്തിന്റെ കാര്യത്തിൽ മോർഗൻ സ്റ്റാൻലി, മെറിൽ ലിഞ്ച്, മക്വേറെ, CLSA എന്നിങ്ങനെ കമ്പനികളൊക്കെ എന്നും പറഞ്ഞിരുന്നത് ഇൻഫോസിസും വിപ്രോയും HCL ആയിട്ട് ഡിസ്കൗണ്ടിലാണ് സത്യം ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡിസ്കൗണ്ട് ഗ്യാപ്പ് മാറാനായിട്ട് സത്യമാണ് വാല്യൂ ബൈ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ബട്ട് അതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചിരുന്നു, എല്ലാ സ്റ്റോക്കിനും വലിയൊരു പ്രീമിയം മൾട്ടിപ്പിൾസ് കൊടുക്കുമ്പോൾ സത്യത്തിന് മാത്രം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ നല്ല കുറെ ഡയമണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ഡയമണ്ട്സിനും 1 ലക്ഷം രൂപയാണ്. ഒരു ഡയമണ്ടിന് മാത്രം 10,000 രൂപയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താ പോകുന്നത്? ഈ ഡയമണ്ട് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നമ്മൾ പറയുള്ളൂ. എന്നാൽ സ്റ്റോക്കിൽ വരുമ്പോൾ ആൾക്കാർ അങ്ങനെയല്ല വരുന്നത്, വേറൊരു ബ്രെയിൻ ആയിട്ടാണ് വരുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ചീപ്പാണോ എന്നാൽ നന്നായിരിക്കും. ബാക്കി സ്ഥലത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലവും സെന്റിന് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഒരു സ്ഥലം മാത്രം 1 ലക്ഷം രൂപ. നമ്മൾ ആരെങ്കിലും മേടിക്കുമോ? നമ്മൾ പറയാൻ പോണെന്ത് അതിന് എന്തോ ഒരു ഉടായ്പുണ്ട്, അതിനകത്ത് എന്തോ ഒരു നെഗറ്റീവ് ഉണ്ടെന്നുള്ള. പക്ഷേ സ്റ്റോക്കിലേക്ക് വരുമ്പോൾ മാത്രം ആൾക്കാർ ആ ബ്രെയിൻ ഊരി വെച്ച് വേറെ ബ്രെയിൻ വെച്ചിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടമായിട്ട്. ഇത് ഞങ്ങളൊരു എന്താ പറയുക, ഞങ്ങളൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊരു ഒരു ഹാം ചെയ്യാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്, ഗുഡ് തിങ്സ് നെവർ കം ചീപ്പ്. ഒരു സാധനം കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ അതിന് വില ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, അത് എപ്പോഴും പറഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ പ്രൊമോട്ടേഴ്സ് അൻമോൾ സിംഗ് ജഗ്ഗി ആൻഡ് പുനീത് സിംഗ് ജഗ്ഗി അല്ലേ, ഇവരാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെ കഥ ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിലൊക്കെ കഥ ക്രിയേറ്റ് ചെയ്ത് ഈ സ്റ്റോക്കിനെ പൊക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഇതിന്റെ PR വർക്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് 70% ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന അവര് 35% കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അവർ കളിച്ചത് എന്നുള്ളത്. ജെൻസോളോ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് 1126 രൂപ അല്ലെ, ഏതായാലും 4300 കോടി മാർക്കറ്റ് ക്യാപ്പിൽ അത് ട്രേഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അതായത് ഇതിലിപ്പോ എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായി പോയി എന്നുള്ളത്. അതായത് ഇവരുടെ ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്ത് അവരിങ്ങനെ വിറ്റുകൊണ്ടിരുന്ന കഥകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് ഏതാണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ അടി അവർക്ക് കിട്ടുന്നത് മാർച്ച് 2025. അതിന് മുമ്പേ സെബിയുടെ ഒരു എൻക്വയറി ഉണ്ട്, പക്ഷെ നമുക്ക് കോൺക്രീറ്റ് ആയിട്ടൊന്നും സെബിയുടെ ഒന്നും കിട്ടില്ല. സെബി എന്താ ഈ സാധാരണക്കാരൻ സ്റ്റോക്ക് പറയണതിനും സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ പുറകെ പോയി പിടിക്കുന്നല്ലാതെ ഈ കാര്യങ്ങൾക്കൊന്നും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ നേരത്തെ അവർ ആക്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതിനകത്ത് എന്നും വണ്ടർ ചെയ്യുന്നത്. സെബിയോട് വിരോധം ഉണ്ടായിട്ടല്ല പറയുന്നത്, ഇത്രയും ജനങ്ങൾക്ക് പൈസ പോയ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് മാർച്ച് 2025 ഇക്ര അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ അവർ കുറേ കാര്യങ്ങൾ ക്വാളിഫൈ ചെയ്ത് എഴുതിയപ്പോൾ അതിനകത്തൊരു ലൈൻ ആയിരുന്നു അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആ ലൈൻ അങ്ങനെ തന്നെ വായിക്കാം. അതായത് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് ഷെയർഡ് ബൈ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഓൺ ഇറ്റ്സ് ഡെപ്റ്റ് സർവീസിങ്, അതായത് കടം സർവീസ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ വെർ അപ്പാരൻ്റ്ലി ഫാൾസിഫൈഡ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. വിച്ച് റേസസ് കൺസേൺ ഓൺ ഇറ്റ്സ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ലിക്വിഡിറ്റി പൊസിഷൻ. അതായത് അവർ ഫാൾസിഫൈഡ് ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും കൊടുത്തത് കാരണം ഞങ്ങൾക്ക് അതിനകത്ത് അവരുടെ ക്രെഡിറ്റ് റീപേയ്മെന്റ് കപ്പാസിറ്റിയെ കുറിച്ച് ഞങ്ങൾ സംശയിക്കുന്നു. ദാറ്റ് വാസ് എ വാർണിംഗ്. പിന്നെ ലിക്വിഡിറ്റി പൊസിഷൻസിനെ കുറിച്ച് പോകാം. ലിക്വിഡിറ്റി പൊസിഷൻസിൽ അവർക്ക് ഈ പറയുന്ന ഡെപ്റ്റ് ഉണ്ടോ, ഇത്രയും ഡെപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവർ സർവീസ് ചെയ്യും, കമ്പനിക്ക് അതിനുള്ള ക്യാഷ് ഉണ്ടോ, എങ്ങനെ നമുക്കൊരു കടം മേടിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഒരു ലോൺ എടുക്കാൻ നേരത്തെ എലിജിബിലിറ്റി നോക്കുന്നത്? ആ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ റീപേയ്മെന്റ് കപ്പാസിറ്റിയാണ്. ആ റീപേയ്മെന്റ് കപ്പാസിറ്റിയെ ഞങ്ങൾ സംശയിക്കണമെന്നുള്ള അവിടെ മുതലാണ് ഇതിനകത്ത് വന്നത്. അപ്പൊ CEO വന്ന് ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തി. CEO വന്നിട്ട് അൻമോൾ സിംഗ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങളിത് പാടെ ഞങ്ങൾ നിരാകരിക്കുന്നു, ഈ അലഗേഷൻസ് ഒന്നുമില്ല, ഇത് വെറുതെയാണ്, ഷോർട്ട് ടൈം ലിക്വിഡിറ്റി മിസ്മാച്ച് ആണ്, ചെറുതായിട്ട് ആ കാലഘട്ടത്തിൽ വന്ന ലിക്വിഡിറ്റി മിസ്മാച്ച് ആണ്, ഞങ്ങൾ ഇത് ടൈഡ് ഓവർ ചെയ്ത് പോകുന്നുള്ള. അപ്പോഴത്തേക്കും സ്റ്റോക്ക് ഏതാണ്ട് ഡൗൺ ആയിട്ട് 50% ഡൗൺ വന്നു എന്നാണ്. പിന്നെ ജൂൺ 2024 മുതൽ സെബിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അന്ന് എന്താണെന്നറിയോ, ഈ ഫണ്ട് ഡൈവേർഷനും പ്രൈസ് മാനിപ്പുലേഷനും. നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് ഏപ്രിൽ 1 മുതൽ 2004 മുതൽ എല്ലാ ബാങ്ക്സും ആ ഒരു റൂളിലേക്ക് മാറണം. പല ബാങ്ക്സും ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ, അതായത് ഏപ്രിൽ മെയ് ജൂണിൽ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് ആ ക്വാർട്ടർ കഴിഞ്ഞിട്ട് RBIക്ക് അത് റിപ്പോർട്ട് ചെയ്യണം, എക്സ്ചേഞ്ചിന് റിപ്പോർട്ട് ചെയ്യണം. റൈറ്റ്? നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല 1520 കോടി, ഇപ്പൊ 1900 കോടി എന്നാ പറയുന്നത്, അത്രയും അവർ കണ്ടെത്തിയിട്ട് പോലും അവർ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്നിട്ട് അവർ ഡിസ്ക്ലോസ് ചെയ്യണം എപ്പോഴാണ്?
ഇപ്പോഴാണെന്നുള്ളത്. സെബി അന്ന് മുതലേ 2024 മുതലേ അതിന് വലിയ വാണിംഗ് ഒന്നും അവർ കൊടുത്തില്ലല്ലോ. ചെറിയൊരു ന്യൂസ് ആർട്ടിക്കിൾ ഏതോ പത്രത്തിലും ബിസിനസ് ചാനലുകളിലും വന്നു എന്നല്ലാതെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആൾക്കാരും ആലോചിച്ചു 5-6 മാസമായിട്ട് സെബിയുടെ ഒന്നും വരുന്നില്ല, അപ്പൊ ഇതിനകത്ത് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. ശരിക്കും അവരുടെ ഇപ്പൊ പ്രൈസ് മാനിപ്പുലേഷനും ഫണ്ട് ഡൈവേഷന്റെ ഒക്കെ ഇപ്പൊ വരുന്ന റിസൾട്ട്സ് വളരെ ഷോക്കിംഗ് ആണ് ജാസ്മിൻ, ഈ പറയുന്ന പോലെ. അതായത് ജെൻസോൾ എഞ്ചിനീയറിംഗ് IREDA എന്നും പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്നും 978 crore ലോൺ എടുത്തു എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് ആശ്ചര്യമായിട്ട് കാണണമെന്നറിയോ, ഈ ലോൺ എടുത്തിട്ട് ഇവർ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തെന്നുള്ള രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം എന്നല്ലേ, ഈ IREDAയും PFC ഒക്കെ എന്തിനാണ് ഇരിക്കുന്നത്? നമ്മൾ ആ സ്റ്റോക്കുകളാണ് പല ബ്രോക്കറേജസും നല്ല ബൈ ആണെന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള ചെക്ക് പോയിന്റ്സും ഇല്ലാതെ ലോൺ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു വരുമാനവും ഇല്ല, ഫോൾസിഫൈഡ് ഡോക്യുമെന്റ്സ് എടുത്തിരിക്കുന്ന കമ്പനിക്കാണ് 1000 കോടിക്ക് അടുപ്പിച്ച് അവർ ലോൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ആദ്യം പൊക്കേണ്ടത് ജെൻസോൾ എഞ്ചിനീയറിംഗ് ഒന്നുമല്ല, IREDAയും പവർ ഫൈനാൻസ് കോർപ്പറേഷനിൽ ഇരിക്കുന്ന എംപ്ലോയീസിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. അവർക്ക് എങ്ങനെ കൊടുത്തു എന്നുള്ളത് എന്ത് മാനദണ്ഡത്തില ഇപ്പൊ RBI അവരുടെ അടുത്ത് ചോദിച്ചേക്കാണ്. ഇതൊക്കെ ലാസ്റ്റ് ആണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങൾക്ക് പോകാനുള്ള പോയി എന്നുള്ള. അതായത് 6400 ഇലക്ട്രിക് വെഹിക്കിൾസ് മേടിച്ചിട്ട് അവർ ബ്ലൂ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ റൈഡ് ഹാൻഡ്ലിംഗ് കമ്പനിക്ക് ലീസ് ഔട്ട് ചെയ്യാനാണ് ഈ 975 കോടിക്ക് അടുപ്പിച്ച് ഈ 2 കമ്പനികളിൽ നിന്നും അവർ ലോൺ എടുത്തത്. എന്നിട്ടോ അവർ 6400 EVക്ക് പകരം 4700 EV ആണ് അവർ ബ്ലൂ സ്മാർട്ടിന് കൊടുത്തതെന്ന് പറഞ്ഞത്. അതായത് ബാക്കി വന്ന 262 കോടി മുങ്ങി. ആ 262 കോടി എവിടെ പോയെന്നറിയോ? നല്ല ഒരു വിഭാഗം പൈസ പോയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അതായത് കുറച്ച് ബ്രോക്കേഴ്സിന് കൊടുത്തിട്ട്, നമുക്ക് റിസർച്ച് റിപ്പോർട്ട് തരുന്ന ബ്രോക്കേഴ്സ്, നമുക്ക് ബൈയും സെല്ലും ഹോൾഡും പറയുന്ന ചില ബ്രോക്കേഴ്സിന് പൈസ കൊടുത്തിട്ട് ഇതിന്റെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ തലയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരവരുടെ ഷെയർ ഹോൾഡിംഗ് 70% നിന്ന് 35% കുറയ്ക്കാനാണ് ഈ ലോൺ വെട്ടിച്ച 262 കോടി കൊണ്ട് അവരാദ്യം ചെയ്തതെന്നുള്ളതാണ് അതിനകത്ത് വളരെ രസം. പിന്നെ 2 കംപ്ലീറ്റ് അവരുടെ എക്സ്പെൻസസ്, അവരുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് അവർ ബാക്കിയുള്ള കാശ്. ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് ആക്ച്വലി പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അതായത് റിയൽ എസ്റ്റേറ്റ് പർച്ചേസുകൾ, DLFന്റെ കമേലിയ എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലുള്ള ഫ്ലാറ്റ്, അതിന് അമ്മയുടെ പേരിലും കൂടെ പൈസ അത് റൗട്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്. അതായത് യാതൊരു ദാക്ഷണ്യമില്ലാത്ത സ്വന്തം അമ്മയെ കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു എന്നുള്ള. പിന്നെ വെൽറേ എന്ന് പറഞ്ഞൊരു ഈ ജെൻസോളിന് ഒരു സബ്സിഡറി ഉണ്ട്, അതുവഴി ആർട്ടിഫിഷ്യലി സ്റ്റോക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ഫേക്ക് ട്രേഡിംഗ് വോളിയൂംസ്. അതായത് ട്രേഡിംഗ് വോളിയൂംസ് ഇങ്ങനെ കൂട്ടി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2-2.5 കൊല്ലം ഏതാണ്ട് 99% ഓഫ് ട്രേഡിംഗ് വോളിയൂം ഫേക്ക് ആയിരുന്നു എന്നുള്ളത്. അതായത് ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് മേടിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം ജനങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വോളിയം നടക്കുന്നു, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊക്കെ രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫേക്ക് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ അവർ 262 കോടിയിൽ നിന്ന് നല്ലൊരു പൈസ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലായി. ഈ ലക്ഷറി പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ ജാസ്മിൻ, അതിനകത്ത് പേഴ്സണൽ ഷോപ്പിംഗ്, അതിനകത്ത് ടൈലർ മെയ്ഡ് ഗോൾഫ് സെറ്റ്, ഗോൾഫ് കളിക്കുമ്പോൾ ടൈലർ മെയ്ഡായിട്ട് ഇവരുടെ പേരിലൊക്കെ ചെയ്ത ഗോൾഫ് സെറ്റിന് ഏതാണ്ട് 26 ലക്ഷം രൂപ. ടൈറ്റൻ കമ്പനിയിൽ നിന്ന് അവർ ജ്വല്ലറി മേടിച്ചതിന് 17 ലക്ഷം രൂപ. മേക്ക് മൈ ട്രിപ്പിന് 3 ലക്ഷം രൂപ. ഏതാ അവരുടെ പേഴ്സണൽ ട്രാവലിന്. സ്പായിൽ പോയി 10 ലക്ഷം. സ്പായിൽ അവർക്ക് എന്താ പറയുക, ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി. ക്രെഡിറ്റ് കാർഡ് ബില്ല് 10 ലക്ഷം. ഇതൊക്കെ ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസയും ലോൺ എടുത്ത പൈസയാണെന്ന് ആലോചിക്കണം. ഒരു കമ്പനി ഒരു ലോൺ എടുക്കാൻ നേരത്ത് ആ ലോൺ ഷെയർ ഹോൾഡേഴ്സിന്റെയാണ്, പ്രൊമോട്ടേഴ്സിന്റെ മാത്രമല്ല. അതിനകത്ത് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിന് പോലും ആ പ്രോഫിറ്റും ലോണും ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. DLFന് ഏതാണ്ട് 11 ലക്ഷത്തിന്റെ അഡ്വാൻസ്, അമ്മയുടെ പേരിൽ 7 കോടി, വൈഫിന്റെ പേരിൽ 4 കോടി, ഫോറിൻ എക്സ്ചേഞ്ചിന് 2.5 കോടി. ഇങ്ങനത്തെ രീതിയിലാണ്. ഇതൊന്നും കൂടാതെ ഫേക്ക് ഡിസ്ക്ലോഷേഴ്സ്. അതായത് ജാനുവരിയിൽ എങ്ങാണ്ട് അവർ ഇൻവെസ്റ്റർ അപ്ഡേറ്റ് അവർ കൊടുത്തേക്കുന്നത് ഞാൻ വായിച്ചു നോക്കുമെന്നറിയോ, ഏതാണ്ട് 30,000 ന്യൂ EVക്ക് അവർ പ്രീ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ അടുത്തില്ല. സെബി ഇപ്പൊ അടുത്ത കാലത്ത് നോക്കിയപ്പോണ്ടല്ലോ, അതൊക്കെ ഒരു വേഗ് ആൻഡ് ഫേക്ക് MOU ആണെന്നുള്ള. ഒരു പ്രൈസിങ്ങും ഇല്ല ആ MOUനകത്ത്, ഒരു ഡെലിവറി മോഡലും ഒന്നുമില്ല. അവർ നാട്ടുകാരടുത്ത് പറഞ്ഞാൽ 30,000 രൂപയ്ക്കാണ്. അത് ഇതൊക്കെ പ്രസ് മീറ്റിംഗ് നടത്തി എന്നുള്ള. ഇതൊക്കെ നമ്മുടെ ചാനലുകൾക്കും അഡ്വർടൈസ്മെന്റ് കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം നമുക്ക് ഈ
ഇനിയിപ്പോൾ ഇതിന്റെ ടെക്നിക്കലി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പക്ഷേ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി, സ്റ്റോക്ക് ഹൈ ലെവൽസിൽ നിന്ന് വീണത് എത്രമാത്രമാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. കാരണം പലരുടെയും കാശ് പോയിട്ടുണ്ട്. ടെക്നിക്കലി നമ്മൾ ഹരിപ്രിയ മാമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 52 ആഴ്ചയുടെ ഉയർന്ന നില പരിശോധിക്കുന്ന സമയത്ത് 1124 രൂപ എന്നുള്ളൊരു നിലവിലായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അവിടുന്ന് 80%, 90%-ലധികം ഒരു ഫാള് ഈ സ്റ്റോക്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇൻഡിക്കേഷൻസ് ടെക്നിക്കലി നേരത്തെ എന്തെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 110 രൂപ ലെവലിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത്? ഈ ഒരു ചാർട്ടിനെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യുമ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാറ് പറഞ്ഞ പോലെ, സൂരജ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽസ് ആണ്. ആ ഫണ്ടമെന്റൽസ് തന്നെ വീക്കായിരിക്കുമ്പോൾ നമ്മൾ ചാർട്ട് നോക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് ഫെബ്രുവരി 2024 ഏറ്റവും വലിയ പീക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 1387. ആ പീക്ക് അതിൽ നിന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് 94% ഡൗൺ ആണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പം, ഈ പറഞ്ഞ ഫെബ്രുവരി 22 നമ്മൾ ശ്രദ്ധിക്കുമ്പം അവിടെ വലിയ വോളിയം മൂവ്മെന്റ് നടന്നിരിക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രമാണ്, ആ പീക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ടൈമിൽ മാത്രമാണ്. ബാക്കി അതിന്റെ അടുത്തുള്ള ടൈമിൽ ഫുള്ള് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ റെഡ് വോളിയവും ഗ്രീൻ വോളിയോ എല്ലാം ഡൗൺ ആണ്. ആ ഒരു പീക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും വീണ്ടും ഒരു ഡിപ്പ് എടുത്തപ്പോൾ, അതായത് മാർച്ചിൽ ഒരു ഡിപ്പ് എടുത്ത് അത് വീണ്ടും മുകളിലോട്ട് പോകുമോ എന്ന് ആൾക്കാർക്ക് ഡൗട്ട് തോന്നുന്ന ആ നേരത്ത് ഒരു വലിയ ഗ്രീൻ വോളിയം ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും നല്ല വോളിയംസ് ഉണ്ടായിട്ടില്ല. വീണ്ടും റെഡ് വോളിയംസ് ആണ്, അതായത് സെല്ലിംഗ് വോളിയംസ് ആണ് കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ വലിയ മൂവ്മെന്റ്സ് ഒന്നും ഈ ചാർട്ടിൽ ഉണ്ടായിട്ടില്ല. അതേ വോളിയം, അതായത് 700 to 900 എന്നുള്ള ആ റേഞ്ചിൽ ഇത് തട്ടിയും മുട്ടിയും നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് വോളിയം നോക്കുക. ആവറേജ് വോളിയം എന്നും പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ വോളിയം എപ്പോഴും എല്ലാവരും അവരുടെ ചാർട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ആ ആവറേജ് വോളിയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ഒരു ഗ്രീൻ വോളിയം അതിന് മുകളിലായിട്ട് പോയതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ 1 or 2 പ്രാവശ്യം ഒരു ചെറിയ മൂവ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷേ എന്നാൽ ഈ റെഡ് വോളിയം, അതായത് സെല്ലിംഗ് വോളിയം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും തന്നെയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ച് ഈ കറണ്ട് ലെവൽ വരികയാണെങ്കിൽ, അതായത് ഈ മാർച്ച് ഫെബ്രുവരി തുടങ്ങിയുള്ള ടൈം തുടങ്ങി നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഗ്രീൻ വോളിയം ആവറേജ് വോളിയത്തിനും മുകളിൽ നിൽക്കുന്നത്. അതായത് ഇപ്പോഴും വാങ്ങാൻ ആൾക്കാരുണ്ട് എന്നത് അത്ഭുതകരമാണ്. പക്ഷെ സ്റ്റിൽ നടക്കുന്നുണ്ട്. ഇത്തരം ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ, ഇത്തരം കമ്പനികളുടെ ചാർട്ടുകൾ പ്രത്യേകം നോക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടെക്നിക്കലി. അത് സൂരജ് സാർ പറഞ്ഞതാണ് ഭയങ്കര കറക്റ്റ്. കാരണം ഇവര് വർക്ക് ചെയ്യുന്നത് മാനിപ്പുലേഷന് വേണ്ടിയിട്ട് ആൾക്കാരെ വെച്ചാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് അയാളുടെ ഒരു റിലേറ്റീവ് വർക്ക് ചെയ്ത ഒരു കമ്പനിയെ പറ്റി പറഞ്ഞത്, അവര് 10-20 പേര് ചേർന്ന് മുംബൈ പോലെ ഒരു വലിയ സിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഇത് നിയന്ത്രിക്കും. ഇന്ത്യ മൊത്തം ആൾക്കാരെ വെച്ച് ഒരു 100-200 പേരെ വെച്ച് പല ടൈപ്പ് മൂവ്മെന്റ്സ് അവരുടെ പൈസ കൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. എന്തായാലും സാറും മാമും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഈ പ്രവൃത്തികളൊന്നും തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ യാതൊരു തരത്തിലുള്ള നിർവാഹവുമില്ല. അത് അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള MS ധോണി, ദീപിക പദുകോൺ അടക്കമുള്ള ഒരുപാട് പേരുടെ കാശ് പോകില്ലായിരുന്നു. സാർ, നമ്മുടെ കമന്റ്സിനുള്ള ഒരു മറുപടി വളരെ പെട്ടെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പേരുടെ കാശ് പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ജാസ്മിൻ, ഇതിനകത്ത് സെബിക്ക് ചെയ്യാവുന്നത് ഈ പ്രൊമോട്ടറിന്റെ അസറ്റ്സ് അങ്ങ് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്തിട്ട് ഒരു പ്രോസസ്സിൽ കൂടി, ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിൽ കൂടി നമുക്ക് കിട്ടാവുന്നവർക്കൊക്കെ അവർക്ക് മാക്സിമം കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ ഇതൊന്നും അടുത്ത കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. രണ്ടാമത് ഞാൻ ക്ലാസ് ആക്ഷൻ സൂട്ട് ഫയൽ ചെയ്യാം. പക്ഷെ അത് ആർക്കാ ഫയൽ ചെയ്യാൻ പറ്റുന്നതെന്നറിയോ? 10% മുകളിൽ ഷെയർ ഹോൾഡിംഗ് ഈ കമ്പനിയിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ക്ലാസ് ആക്ഷൻ സൂട്ട് ഫയൽ ചെയ്യാം. വീണ്ടും നമ്മുടെ ജുഡീഷ്യറിയുടെ കാര്യം അറിയാലോ. ജുഡീഷ്യറി കുറ്റം പറയുകയല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ജഡ്ജ്മെന്റിനെ കുറ്റം പറയാം, ജഡ്ജിനെ കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും എന്നുള്ളത്. മൂന്നാമത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയാണ്. നമ്മൾ ഓലയ്ക്കെതിരെ ഒരു സപ്ലയർ കൊടുത്തപ്പോൾ
കൊടുത്തപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് നല്ല രീതിയിൽ ഈ ഗവൺമെന്റ് വർക്കൗട്ട് ചെയ്ത് തീർച്ചയായിട്ടും അതിലൊരു റെസൊല്യൂഷൻ വളരെ താമസിയാതെയൊക്കെ വരും. പക്ഷേ അതിൽ പ്രശ്നം എന്നറിയോ, ആദ്യത്തെ കാശ് അവർക്ക് എവിടെ പോകുന്നതെന്നറിയോ, ഈ ഇൻസോൾവൻസി പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പറുകൾ വർക്കും ഫീസും ഒക്കെ ഉണ്ടല്ലോ, അതിനുള്ള കാശ് ആദ്യം പോകും. രണ്ടാമത് പറഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അതായത് കൊളാറ്ററൽ മേടിച്ച് വെച്ചിട്ട് ലോൺ കൊടുത്തല്ലോ, അങ്ങനെയുള്ളവരായിരിക്കാം രണ്ടാമത് കൺസിഡർ ചെയ്യുന്നത് IBC, അതായത് ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മൂന്നെന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ വേജസും സാലറീസും, അവരുടെ വയറ്റിപ്പഴപ്പ് നികത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ ജോലി. നാലാമത്തെ പറഞ്ഞാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അതായത് കൊളാറ്ററൽ ഇല്ലാതെ ലോൺ കൊടുത്തവരെയായിരിക്കും IBC പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. അഞ്ചാമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡ്യൂട്ടീസ്, അതായത് പല ഗവൺമെന്റ് ടാക്സും ലയബിലിറ്റീസും ഉണ്ടല്ലോ, അതാണ് അഞ്ചാമത് IBC കവർ ചെയ്യണം. ആറാമത്തെ പറഞ്ഞാൽ അവർക്ക് കൊടുത്ത, അതായത് ഈ കമ്പനിക്ക് കൊടുത്ത സപ്ലയേഴ്സിനെയും വെൻഡേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത്. ഏഴാമത്തെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് പ്രിഫറൻഷ്യൽ ഇത് കിട്ടിയ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് കിട്ടിയ ഷെയർ. ഏറ്റവും ലാസ്റ്റ് ആണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് ഇത് വെറുതെ തമാശയ്ക്ക് വരേണ്ട ഒരു ഇൻഡസ്ട്രി അല്ല ഇത്. നിങ്ങൾ എന്തുകൊണ്ട് ഫണ്ടമെന്റൽസ് പഠിക്കണം? ബുൾ മാർക്കറ്റിൽ പോകുമ്പോൾ ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, എല്ലാം മേടിച്ച് എല്ലാം കയറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ് ഈ സ്പെക്ട്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ റുപ്പിയും വാല്യൂബിൾ ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ റിസർച്ച് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഇനിയുള്ളപ്പോൾ നമുക്ക് പറയുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ജനങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം എന്നല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കമ്പനി വന്ന് ടേക്ക് ഓവർ ചെയ്ത് ഇത് തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഇതിൽ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് നമുക്ക് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ പറ്റുന്നുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി വിൽ ഹാവ് ടു ടെൽ യു ദാറ്റ് ഇറ്റ് ഈസ് എ ബാഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അത് വേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറാതിരിക്കാൻ നമുക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ജനങ്ങൾ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള, നമ്മൾ എവിടെയാണ് നിൽക്കുന്ന പൊസിഷൻ എന്ന് അറിഞ്ഞു വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. ദാറ്റ്സ് വൈ ഇക്വിറ്റീസ് ആർ റിസ്കി. അത് ഇക്വിറ്റി ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. നമ്മൾ എപ്പോഴും പറയുന്നത് ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ബട്ട് അതൊരിക്കലും ഈസി അല്ല. ഡു യുവർ ഓൺ റിസർച്ച്, എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. യെസ്, ഏതായാലും ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ടെക്നിക്കലി ഒരുപാട് ഡീറ്റെയിൽസ് പങ്കുവെച്ച ഹരിപ്രിയ മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. അത്തരത്തിൽ ഇനിയൊരു ജെൻസോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രത്യാശിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു ഓപ്പണിംഗ് ആർട്സിന്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.